അർജുനെ കണ്ടെത്താൻ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത് ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കാലാവസ്ഥ വെല്ലുവിളിയായി തുടരുകയാണ്. പുതിയ സംവിധാനങ്ങൾ തെരച്ചിലിന് കൊണ്ടുവരുമെന്നും മന്ത്രി മീഡിയ വണ്ണോട് പ്രതികരിച്ചു. ആ സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെ എങ്ങനെയാണ്? അല്ല, രക്ഷാപ്രവർത്തനം എല്ലാ നിലയിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥ വന്നല്ലോ, ആ പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇപ്പോൾ നേവിയുടെ ഡൈവേഴ്സിന് വെള്ളത്തിൽ ചാടി പരിശോധിക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അപ്പോൾ അടിയൊഴുക്ക് കുറയണം. എന്നാൽ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തു നിൽക്കാതെ നിലവിലുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ അവിടെ വിശദീകരിച്ചു. ഫാൻഡൂൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, മറ്റു ചില സംവിധാനങ്ങളും ഒരുക്കി എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള പരിശോധിക്കണം. എന്തായാലും രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ ശ്രമവും തുടരണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തെ അറിയിച്ചു. യോഗം അത് പൊതുവെ അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ സഹായം അങ്ങനെ എന്തെങ്കിലും ആലോചനകൾ? അല്ല, നമുക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മറ്റൊരു സ്റ്റേറ്റിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ചില നമ്മുടെ ഭരണഘടനാപരമായ ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഒരു